ലാസ് വേഗസിൽ ട്രംപ് ഹോട്ടലിന് മുന്നിൽ ടെസ്ല സൈബർ ട്രക്ക് പൊട്ടിത്തെറിച്ച് ഒരാൾ മരിച്ചു. വാഹനത്തിൽ സ്ഫോടക വസ്തുക്കളുടെ സാന്നിധ്യം കണ്ടെത്തിയെന്ന് ടെസ്ല ഉടമസ്ഥർ ഇലോൺ മസ്ക് അറിയിച്ചു. സംഭവത്തിന് ന്യൂ ഓർലിയൻസ് ആക്രമണവുമായി ബന്ധമുണ്ടോ എന്ന് പരിശോധിക്കുന്നതായി അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ പറഞ്ഞു. ലാസ് വേഗസിലെ ഹോട്ടലിന് മുന്നിൽ ടെസ്ലയുടെ സൈബർ ട്രക്ക് പൊട്ടിത്തെറിക്കുകയായിരുന്നു. ട്രക്കിൽ നിന്ന് സ്ഫോടക വസ്തുക്കളും ഇന്ധന ക്യാനുകളും കണ്ടെത്തിയതായി പോലീസ് അറിയിച്ചു. സ്ഫോടനത്തിൽ ട്രക്ക് ഡ്രൈവർ മരിച്ചു. 7 പേർക്ക് പരിക്കുണ്ട്. കൊളറാഡോയിൽ നിന്ന് വാടകയ്ക്കെടുത്ത വാഹനം ബുധനാഴ്ച രാവിലെയാണ് ഹോട്ടലിന് മുന്നിലെത്തിയത്. കുറച്ചു സമയത്തിനകം പൊട്ടിത്തെറിക്കുകയായിരുന്നു. ഓൺലൈൻ സ്ഫോടനവുമായി സംഭവത്തിന് ബന്ധമുണ്ടോ എന്ന് പരിശോധിക്കുകയാണെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ അറിയിച്ചു. നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന്റെ ഉടമസ്ഥതയിലുള്ളതാണ് ഹോട്ടൽ. ആക്രമണം ഭീകരപ്രവർത്തനമെന്ന സ്ഥിരീകരണം ഇതുവരെയും ലഭ്യമായിട്ടില്ല. ഒർലാൻഡിലെയും ലാസ് വേഗസിലെയും സ്ഫോടനങ്ങൾക്ക് ഉപയോഗിച്ച വാഹനങ്ങൾ ട്യൂറോ എന്ന കമ്പനിയിൽ നിന്ന് വാടകയ്ക്കെടുത്തതാണ്. കാർ വാടകയ്ക്ക് നൽകുന്ന ആപ്പ് അധിഷ്ഠിത കമ്പനിയാണ് ട്യൂറോ. ആക്രമണം നടത്തിയ 2 പേർക്കും ക്രിമിനൽ പശ്ചാത്തലവുമില്ല. ഇന്റർനാഷണൽ ഡെസ്ക്, ജനം.